അബൂ ജഅഫർ ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന അഥവാ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്നതിൻ്റെ വിശദീകരണമായിക്കൊണ്ട് അദ്ദേഹം പറയുന്ന വല്ലാത്തൊരു വർത്താനുണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്കും ബാധിക്കുന്ന ഒരു വർത്താനാണ്. അദ്ദേഹം പറയാണ്, ഹാദിഹിൽ ആയ ദലീലുൻ വാദിഹുൻ അല അന്ന ത്വാഅത്തല്ലാഹി സനാഉഹു വലാ യനാലുഹ അൽ മുതീഊന ഇല്ലാ ബി ഇൻആമില്ലാഹി അലൈഹിം. അഥവാ അള്ളാഹുവിനോട് ഹിദായത്ത് നമ്മൾ ചോദിച്ചല്ലോ, എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇൻആമാണ്, നിഅമത്താണ്, അള്ളാഹ് തരേണ്ട തൗഫീഖാണ്. അഥവാ മുസ്ലിങ്ങളായ ആളുകൾ പോലും ഇങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളായ എല്ലാവർക്കും അള്ളാഹിനനുസരിച്ച് ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. അദ്ദേഹം പറയാണ്, ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഗുണപാഠം അള്ളാഹിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുക എന്നുള്ളത്, ഒരു ഹദീസ് കേട്ട് അതല്ല ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് അള്ളാഹ് തരേണ്ട തൗഫീഖാണെന്നാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നും സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്. ശരിക്കും നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ തട്ടിച്ച് നോക്കിയേ, നമ്മൾ എത്ര ഹദീസും ആയത്തും നമ്മൾ കേട്ടിട്ടുണ്ട്, എത്രത്തോളം അത് സൂക്ഷ്മമായ ലെവലിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില ഹദീസ് കേൾക്കുമ്പോൾ നമുക്ക് പോലും ഒരു പ്രയാസമായി തോന്നാറുണ്ടെങ്കിൽ അത് ശരിക്കും നമ്മൾ ഈ ആയത്ത് മാത്രം ആലോചിച്ചാൽ മതി. എത്ര ഹദീസ് കേട്ടിട്ടുണ്ട്, ആ ഹദീസിൽ എത്രത്തോളം ഹദീസുകളോട് നമ്മൾ വിമുഖത കാണിച്ചിട്ടുണ്ട്, എത്രത്തോളം നമ്മൾ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ട് ചിന്തിക്കുക. ഗൗരവമാണ് ആ വിഷയത്തിൽ. നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്ന് എണ്ണി പറയാൻ പറ്റും. ഒരുപാട് ഹദീസുകൾ ഇങ്ങനെ എടുത്തു നോക്കുക. ഇന്ന് സൽസ്വഭാവത്തെക്കുറിച്ച് പറയുന്ന ഹദീസ്, വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുന്ന ഹദീസ്, നമ്മുടെ രൂപത്തെക്കുറിച്ച് കോലത്തെക്കുറിച്ച് പറയുന്ന ഹദീസ്, നമ്മുടെ തൗഹീദിനെ കുറിച്ച്, നമ്മുടെ ബിദ്അത്തിനെ കുറിച്ച് പറയുന്ന ഹദീസൊക്കെ ഓരോന്ന് എടുത്തു നോക്കുമ്പോൾ വിഷയം വളരെ ഗൗരവമാവും.